പ്രണയനില. രചന, അവതരണം മിത്രവിന്ദ. എല്ലാവർക്കും വലിയൊരു നമസ്കാരം. ഞാൻ മിത്രവിന്ദയാണേ. നിങ്ങൾക്ക് സ്ക്രീൻ റെക്കോർഡറാണോ ഇഷ്ടം, അതോ ഇതുപോലെ സ്റ്റോറി ഇടുന്നതാണോ വായിക്കാൻ താല്പര്യമെന്ന് എനിക്കൊന്ന് കമൻറ്റ് ചെയ്യണേ. പ്രിയ ഉണർന്നു വന്നപ്പോൾ ആദി എവിടെയോ പോകാനായി റെഡിയാവുന്നുണ്ട്. സമയം 5:30 കഴിഞ്ഞു. കുളിയൊക്കെ കഴിഞ്ഞെങ്കിലും കൈലിമുണ്ടാണ്. അപ്പോൾ അമ്പലത്തിലേക്കല്ലെന്ന് പ്രിയ ഊഹിച്ചു. ഇതെങ്ങോട്ടാ ഇത്ര രാവിലെ ചോദിക്കണമെന്നൊക്കെ ഉണ്ട്. എന്നാൽ തലേ ദിവസം അവനോട് ഇത്തിരി ഉടക്കി കിടന്നത് കൊണ്ട് അവളുടെ അഭിമാനത്തിന് കോട്ടം പറ്റുമോ എന്ന് ഭയം. അങ്ങനെ ഇപ്പം മിണ്ടുന്നില്ല. എന്തേലും ഇങ്ങോട്ട് ചോദിക്കട്ടെ. അവനെ മൈൻഡ് ചെയ്യാത്തത് കൊണ്ട് അവൾ പെട്ടെന്ന് വെളിയിലേക്ക് ഇറങ്ങിപ്പോയി. പല്ല് തേച്ച് മുഖം കഴുകി വന്നപ്പോഴേക്കും ആദ്യയുടെ ബൈക്ക് സ്റ്റാർട്ടാവുന്ന ശബ്ദം പ്രിയ കേട്ടിരുന്നു. പിന്നാമ്പുറത്തു നിന്നും അവൾ മുൻവശത്തേക്ക് ഓടി വന്നു. എന്നിട്ട് അവൻ്റെ മുൻപിലൂടെ നടുമറത്തേക്ക് കയറി. മോനെ, പ്രിയമോളെ കോളേജിൽ പോകാറാകുമ്പോൾ നീ എത്തുവോടാ? ഷീലാമ്മ വിളിച്ചു ചോദിച്ചപ്പോൾ ആ നോക്കട്ടെ എന്ന് അലസഭാവത്തിൽ ആദി അമ്മയോട് മറുപടിയും പറഞ്ഞു. എന്നാലും പ്രിയയോട് ഒന്നും സംസാരിക്കുവാൻ അവൻ കൂട്ടാക്കിയില്ല. ആദിയുടെ ബൈക്ക് അകന്നു പോയതും പേരറിയാനാവാത്ത ഒരു നൊമ്പരം വന്ന് തഴുകി തലോടും പോലെ അവൾക്ക് തോന്നി. ഒരു നെടുവീർപ്പോട് കൂടി പ്രിയ തൻ്റെ മുറിയിലേക്ക് ചെന്നു. പുസ്തകങ്ങളൊക്കെ തുറന്നു വെച്ച് ഇത്തിരി സമയം വായിച്ചു. വെറുതെ വായിച്ചു പഠിക്കുകയാണ്. ഉള്ളിലേക്ക് ഒന്നും കയറ്റുന്നില്ല. ആദിയുടെ പിണങ്ങിയ മുഖമാണ് മനസ്സിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത്. മണിക്കുട്ടി കൊണ്ടുവന്ന് കട്ടൻ ചായ വെച്ചപ്പോൾ പ്രിയ പെട്ടെന്ന് മുഖമുയർത്തി നോക്കി. ഒരുപാട് പഠിക്കാനുണ്ടോ ചേച്ചി? ഇന്ന് ഒരു എക്സാം പറഞ്ഞിട്ടുണ്ട്. 1-2 പാരഗ്രാഫ് ഉണ്ട് നോക്കാൻ. ഞാൻ ഇപ്പോൾ വരാമേ. കുഴപ്പമില്ല ചേച്ചി, ഇരുന്ന് വായിച്ചു പഠിക്കാം. അടുക്കളയിലെ ജോലികളൊക്കെ ഞാനും അമ്മയും കൂടി ചെയ്തോളാം കേട്ടോ. ചേച്ചി ഇരുന്ന് നല്ലോണം പഠിച്ചാൽ മതി. ആ, പഠിച്ചു കഴിഞ്ഞടാ. ഇന്നലെ രാത്രിയിലെല്ലാം തീർത്തിട്ടാണ് ഞാൻ കിടന്നത്. ഇന്ന് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യുന്നേ ഉള്ളൂ. സംസാരിച്ച് സമയം കളയണ്ട, വായിച്ചോളൂന്നേ. മണിക്കുട്ടി മുറി വിട്ട് ഇറങ്ങിപ്പോയി. അത്യാവശ്യമായിട്ട് 2 ലോഡ് കല്ല് ഒരാൾക്ക് ഇറക്കേണ്ടതായി ഉണ്ടായിരുന്നു. അതിൻ്റെ ആവശ്യത്തിന് കാലത്തെ പോയതാണ് ആദി. നേരെ ചെന്ന് ടിപ്പർ എടുത്തുകൊണ്ട് അവൻ പാറമടയിലേക്ക് തിരിച്ചു. 1/2 മണിക്കൂറിനുള്ളിൽ തിരിച്ചെത്തണം. 1.5 മണിക്കൂറിനുള്ളിൽ തിരിച്ചെത്തണം. പ്രിയയെ കവലയിലേക്ക് കൊണ്ടുപോകുന്നത് അവനാണ്. പെണ്ണിനോട് മിണ്ടാഞ്ഞത് ശരിക്കും സങ്കടമായിട്ടുണ്ട്. മുഖമൊക്കെ വല്ലാത്ത വീർത്തായിരുന്നു അവൾ നിന്നത്. എന്നാലും ഇത്തിരി ജാടയിട്ട് തന്നെ അവൻ നിന്നു. വീട്ടിൽ ചെന്നിട്ട് 2 പറയണം. ഒപ്പം അവൻ തീരുമാനിക്കുകയും ചെയ്തു. 8:30 ആയപ്പോഴേക്കും ആദ്യം തിരിച്ചെത്തി. പ്രിയ ഷോൾ ഞൊറിഞ്ഞടുക്കി മാറിലേക്കിട്ടുകൊണ്ട് സേഫ്റ്റി പിൻ കുത്തുകയാണ്. ഉറപ്പിച്ചുകൊണ്ട് കണ്ണാടിയുടെ മുൻപിൽ നിൽക്കുകയാണ്. ഫാൻ സ്പീഡിൽ കറങ്ങുന്നത് കൊണ്ട് അവൻ്റെ ബൈക്ക് വന്ന ശബ്ദമൊന്നും അവൾ കേട്ടില്ല. ആദ്യ റൂമിലേക്ക് കയറി വന്ന് വാതിൽ ചാരിയപ്പോഴാണ് പ്രിയ തിരിഞ്ഞു നോക്കിയത് പോലും. അവനെ കണ്ടതും വല്ലാത്തൊരു ആശ്വാസഭാവം. നീ വല്ലതും കഴിച്ചോ? ആദ്യം ചോദിച്ചിട്ടും പ്രിയയ്ക്കും മൗനം. രാത്രി മുഴുവൻ എന്നെ കെട്ടിപ്പിടിച്ച് കൈയും കാലും എൻ്റെ നെഞ്ചത്തോട്ട് കയറ്റിവെച്ച് കിടന്നുറങ്ങുന്നതിന് അവൾക്ക് കുഴപ്പമില്ല. ഞാൻ എന്തേലും മിണ്ടിയാൽ മറുപടി ഇല്ലെന്നേ ഉള്ളൂ. അവൻ തൻ്റെ 2 കൈകളും ചേർത്ത് പിണഞ്ഞുകൊണ്ട് പ്രിയയുടെ വയറിന്മേൽ ബന്ധനം തീർത്തുകൊണ്ട് അത് പറയുകയും പെണ്ണിൻ്റെ മുഖം ചുവന്നു തുടുത്തിരുന്നു. ഒപ്പം അവൾ അടിമുടി പൂത്തുലഞ്ഞു പോയി. ആദി പ്ലീസ്. ഒരു കുറുകലോട് കൂടി അവൾ അകന്നു മാറാൻ നോക്കിയപ്പോൾ അവൻ പിന്നെയും ചേർന്ന് വന്നുകൊണ്ട് അവളുടെ തോളിൽ അവൻ്റെ മീശ തുമ്പുകൊണ്ട് ഇക്കിളി കൂട്ടി. എന്താ ഇത്? വിട്, അപ്പുറത്ത് അമ്മയുണ്ട്. അതിനെന്താ, അമ്മ അപ്പുറത്ത് നിന്നോട്ടെ. ഞാൻ എന്തേലും നിന്നെ ചെയ്തോടി. അവളുടെ നാഭിച്ചുഴിയുടെ അരികത്തോടെ തൻ്റെ ചൂണ്ടുവിരൽ കൊണ്ട് ഒരു വൃത്തം വരച്ച് അവൻ അതിലേക്ക് വിരലൊന്ന് കശക്കിയതും പ്രിയ ഉയർന്നു പൊങ്ങിപ്പോയിരുന്നു. ഒരു പ്രകാരത്തിൽ അവൾ ബലം പ്രയോഗിച്ച് പിന്നിലേക്ക് തിരിഞ്ഞു വന്നപ്പോൾ അവൻ്റെ കള്ളനോട്ടം അവളിൽ പതിഞ്ഞു.
ഇന്നലെ അങ്ങനെയൊക്കെ പറഞ്ഞത് നിനക്ക് സങ്കടമായോ? സോറിടാ. മറുപടിയായി അവൻ്റെ അധരത്തിൽ അവളൊന്ന് കടിച്ചുകൊണ്ട് അവനെ തള്ളി മാറ്റി. എന്നിട്ട് വാതിൽ കിടന്ന് വെളിയിലേക്ക് പാഞ്ഞു. എന്താണിവിടെ നടന്നത്? അങ്ങനെയൊരു അന്താളിപ്പിലായിരുന്നു അവനപ്പോൾ. ഒപ്പം തൻ്റെ വലങ്കൈയിലെ ചൂണ്ടുവിരലും അണിവിരലും ഉപയോഗിച്ച് അവൻ തൻ്റെ അധരത്തിലൊന്ന് ഒഴിഞ്ഞു വിട്ടു. ഇവളെ കൊണ്ട് ഹോ, ഇങ്ങനൊരു സാധനം! മനുഷ്യൻ്റെ കൺട്രോൾ മുഴുവൻ ഇക്കണക്കിന് ഇവൾ കളയൂന്നാ തോന്നേ. വൃന്ദ, 2-3 ദിവസത്തേക്ക് നമ്മളിവിടെ കാണില്ല കേട്ടോ. ചെറിയൊരു യാത്ര പോവാം. അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ താനൊന്ന് സെറ്റ് ചെയ്യും. ഓഫീസിലേക്ക് പോകും മുമ്പേ ശിവ വൃന്ദയോട് പറഞ്ഞപ്പോൾ അവൾക്ക് പെട്ടെന്ന് കാര്യമൊന്നും പിടികിട്ടിയില്ല. എവിടെ പോകുന്ന കാര്യമെന്ന് കണ്ണേട്ടൻ പറയുന്നത്? അവളോട് നെറ്റിച്ചൊളിഞ്ഞു. അതൊക്കെ പറയാം, 4-5 ജോഡി ഡ്രസ്സ് കരുതിക്കോ. എൻ്റെ ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ വൈകുന്നേരം വന്നിട്ട് നോക്കി വയ്ക്കാം. എപ്പോഴാണ് ഏട്ടൻ പോകുന്നത്? ഞാൻ മാത്രമല്ലല്ലോ, താനും ഇല്ലേടോ. നമ്മുടെ 2 ആളുടെയും ഡ്രസ്സും മറ്റും വേണം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഏട്ടനോടും ഏട്ടത്തിയോടുമൊക്കെ യാത്രയുടെ കാര്യം ശിവ സംസാരിക്കുന്നുണ്ട്. ഓ, ഹണിമൂൺ ട്രിപ്പ്! ശ്രീദേവിയേട്ടത്തി കളിയാക്കി പറഞ്ഞപ്പോഴാണ് വൃന്ദയ്ക്ക് കാര്യം പിടികിട്ടിയത്. അവൾ അമ്മുക്കുട്ടിയമ്മയും ശ്രീദേവിയെ മാറി മാറി തോക്കിയപ്പോൾ 2 ആളും ചിരിച്ചു. ഏട്ടാ, അഥവാ ഓഫീസിൽ എന്തെങ്കിലും തിരക്ക് വരുവാണെങ്കിൽ ഏട്ടൻ ഒന്ന് ഹാൻഡിൽ ചെയ്യണേ. ഓൾമോസ്റ്റ് എല്ലാം തന്നെ സെറ്റാക്കിയിട്ടാണ് ഞാൻ പോകുന്നത്. ശിവൻ പറയുന്നത് വൃന്ദ കേൾക്കുന്നുണ്ട്. ഓക്കെ കണ്ണ, അക്കാര്യം ഓർത്തൊന്നും നീ ടെൻഷനാവണ്ട. നിങ്ങൾ സന്തോഷമായിട്ട് പോയിട്ട് വരൂ. ഗൗതം മറുപടിയും കൊടുത്തു. മാക്സിമം 4 ഡേയ്സ്, അതിനുള്ളിൽ ഞങ്ങൾ തിരിച്ചെത്തും. ഓക്കെ, ആയിക്കോട്ടെ കണ്ണ. പോയിട്ട് വരാമെന്ന് പറഞ്ഞ് ശിവ കാറിലേക്ക് കയറിയപ്പോൾ അവൻ്റെ ഫോൺ ചിലച്ചു. നോക്കിയപ്പോൾ ഓഫീസിൽ നിന്നും ചിപ്പിയാണ്. ഹലോ ചിപ്പി. സാർ എത്താറായോ? അവളോട് സംസാരത്തിൽ നേരിയ പരിഭ്രമം കലർന്നു. ഓ, എന്താടോ? സാർ, അനുമാഡം വന്നിട്ട് ഇവിടെ ആകെ ബഹളമാണ്. മേഡത്തിന് സാറ് 2 കോടി രൂപ കൊടുക്കാനുണ്ടെന്നും പറഞ്ഞ് അക്കൗണ്ട്സിലോട് കിരണിനോട് വഴക്കുണ്ടാക്കുക. ഇപ്പം തന്നെ ക്യാഷ് കിട്ടണമെന്നാണ് മാഡം പറയുന്നത്. വാട്ട്? അതെ സാർ, മാഡം നന്നായി കുടിച്ചിട്ടുണ്ട്. എല്ലാവരോടും വഴക്കാം. സാർ ഒന്ന് പെട്ടെന്ന് വരുമോ? ഞങ്ങൾക്ക് പേടിയാവുക. ഞാൻ വരാം, താൻ വെച്ചോളൂ. ശിവ ഫോൺ കട്ട് ചെയ്തു. എന്നിട്ട് വണ്ടി വേഗത്തിൽ ഓടിച്ചു പോയി. അവൻ്റെ മുഖം വല്ലാണ്ട് വലിഞ്ഞു മുറുക്കി. അനുവിൻ്റെ അന്ത്യം തൻ്റെ കൈകൊണ്ടാകുമെന്ന് അവൻ ഏതാണ്ട് ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു. ശിവ ഓഫീസിലെത്തിയപ്പോൾ അനുപമയുടെ ഉച്ചത്തിലുള്ള ബഹളങ്ങൾ അവൻ കേട്ടു. ദേഷ്യത്തോടെ അവൻ പാഞ്ഞു ചെന്നതും അനുപമ റിസപ്ഷനിസ്റ്റായ പെൺകുട്ടിയുടെ മുഖത്തേക്ക് അടിക്കുവാനായി അവളുടെ കൈ പൊക്കുകയായിരുന്നു. ശിവയുടെ അലർച്ചയിൽ അനു ഞെട്ടിത്തിരിഞ്ഞു നോക്കി. നിനക്കെന്താടി എൻ്റെ കമ്പനിയിൽ കാര്യം? അടുത്തേക്ക് വരുന്നതിനിടയിൽ ശിവ അനുപമയെ നോക്കി ദഹിപ്പിക്കും മട്ടിൽ ചോദിക്കുകയാണ്. നിന്റെ മാത്രം കമ്പനിയോ എന്നാര് പറഞ്ഞു? പുച്ഛഭാവത്തിൽ അനുപമ ശിവയെ നോക്കി. പിന്നെ ആരുടെ ആടി? ഒന്ന് പറഞ്ഞു തന്നേ. ഈ കമ്പനി ഇത്രത്തോളം ഉയരുവാൻ നിന്നോടൊപ്പം എല്ലാ സപ്പോർട്ടും ചെയ്തു നിന്നത് ഞാനല്ലേടാ. എന്നിട്ട് വെറും കറിവേപ്പില പോലെ നീ എന്നെ എടുത്ത് കളഞ്ഞു. ഒരു കല്യാണം കൂടി കഴിച്ചപ്പോൾ നീ നിലത്തും താഴെയല്ല. വെറുതെയാടാ, ഒക്കെ വെറുതെയാ. ഈ അനുപമയെ പറഞ്ഞുവിടാമെന്ന് നീ കരുതിയെങ്കിലേ നിനക്ക് തെറ്റിപ്പോയി. ഇന്നു മുതൽ എല്ലാ ദിവസവും മുടങ്ങാതെ ഞാൻ ഈ ഓഫീസിലുണ്ടാവും. ഓരോ വാചകങ്ങൾ പറയുമ്പോഴും അനുപമയുടെ നാവ് വല്ലാണ്ട് കൊഴിയുകയാണ്. അവൾ അത്യാവശ്യം നന്നായിട്ട് കഴിച്ചിട്ടുണ്ടെന്ന് ശിവയ്ക്ക് മനസ്സിലായിരുന്നു. അനുപമ, വെറുതെ ഇവിടെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യാതെ നീ തൽക്കാലം പോകാൻ നോക്ക്. ആത്മസംയമനം പാലിച്ചുകൊണ്ട് ശിവ പറയുകയാണ്. ഇല്ല, ഞാൻ പോകില്ല. ഒക്കെ വെറും വ്യാമോഹം മാത്രമാണ്. എൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് എഗ്രിമെൻ്റ് പ്രകാരം കഴിഞ്ഞ മാസം വരെ നീ ഉണ്ടായിരുന്നുള്ളൂ. ഇനി പുതിയൊരാളെ എടുക്കണോ വേണ്ടയോ എന്നുള്ളത് എൻ്റെ പേഴ്സണലായിട്ടുള്ള തീരുമാനങ്ങൾ മാത്രമാണ് അനുപമ. തൽക്കാലം ആരെയും ഞാനിപ്പോൾ സെലക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല.
നിലവിൽ നിനക്കിവിടെ ഒരു റോളുമില്ല. മര്യാദയ്ക്ക് ഇറങ്ങിപ്പോ. നോ, ഞാൻ പോകില്ല. ഡി, എന്നെ ദേഷ്യം പഠിപ്പിക്കരുത്. ശിവയ്ക്ക് ദേഷ്യം തോന്നിയാലും ഇല്ലെങ്കിലും ഞാൻ പോകില്ല. എന്നെ കല്യാണം കഴിക്കാമെന്ന് വാക്ക് പറഞ്ഞ് മോഹങ്ങൾ തന്നിട്ട് ഒടുവിൽ നീ എന്നെ ചതിച്ചു. എന്നിട്ടും നീ പറഞ്ഞത് വീട്ടുകാരുടെ ഇഷ്ടപ്രകാരം അവരുടെ വാക്കുകൾ അനുസരിക്കാനാണ് നീ കല്യാണം കഴിക്കുന്നതെന്ന്. 1 വർഷത്തിന് ശേഷം നീ അവളെ ഡിവോഴ്സ് ചെയ്തിട്ട് എന്നെ കൂടെ കൂട്ടാമെന്ന് പറഞ്ഞു. എന്തെല്ലാം കള്ളത്തരമാടാ നീ പറഞ്ഞത്. കള്ളനാടാ നായെ, മഹാകള്ളൻ, വൃത്തികെട്ടവൻ, ദുഷ്ടൻ. അനുപമ വായിൽ വന്നതൊക്കെ വിളിച്ചു പറയുകയാണ്. സ്റ്റാഫിൽ പലരും അവൾ പറയുന്നത് കേട്ടപ്പോൾ ശിവശങ്കരന് വല്ലാത്ത കുറച്ചിൽ പോലെ തോന്നി. ഞാൻ പറഞ്ഞത് എന്തെങ്കിലും കള്ളത്തരമുണ്ടോ? പറയൂ ശിവ. ഡി, നിന്റെ സംസാരം നിർത്തിയിട്ട് ഇറങ്ങിപ്പോടി. ഇല്ല, നീ എൻ്റെയാണ്, എൻ്റെ മാത്രം. ഈ ഓഫീസിലുള്ള എല്ലാ സ്റ്റാഫിനും അറിയായിരുന്നു നമ്മൾ തമ്മിലുള്ള റിലേഷൻ. എന്നിട്ട് നീ ഇവിടുത്തെ ഒരു ജോലിക്കാരിയെ തന്നെ കെട്ടി. എടാ, അവളൊരു ഫ്രോഡാണ്. നിനക്കവളെ ശരിക്കും അറിഞ്ഞുകൂടാ. നീ ഒരു പാവമാണ് ശിവ. അതാണ് അവൾ നിൻ്റെ തലയിൽ കയറി ഇപ്പോഴേ നിരങ്ങിയത്. നിന്നെ ഇട്ടിട്ട് പാട്ടും പാടിപ്പോകും. ഇല്ലെങ്കിൽ നോക്കിക്കോ. വടക്കടി ചൂലെ. കുറെ നേരമായല്ലോ നീ നിന്ന് ചിലയ്ക്കാൻ തുടങ്ങിയിട്ട്. ശിവയുടെ ഗർജനം കേട്ടതും സ്റ്റാഫ് സഹിതം വിറച്ചുപോയി. നിന്റെ തോന്നിവാസവും താമസവും ഒക്കെ ഞാനിവിടെ എല്ലാവരോടും പറയട്ടെടി. അവൻ ഉറക്കെ ചോദിച്ചതും അനുവാണെങ്കിൽ ശിവയുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി. യാതൊരു തെറ്റും ചെയ്യാത്ത എൻ്റെ പെണ്ണിനെക്കുറിച്ച് നീ വല്ല അപവാദവും പറഞ്ഞ് പരത്തിയാൽ പിന്നെ ഈ ശിവയുടെ മറ്റൊരു മുഖമാവും നീ കാണുന്നത്. ഓ, നീ എന്തോ ചെയ്യും, ഒന്നും മിണ്ടാതെ പോടാ. അനു അവളെ കളിയാക്കി. മര്യാദയ്ക്ക് കഴിഞ്ഞ് എന്നെ മയക്കിയെടുത്തതും പോരാ, അവൻ്റെ വർത്താനം കൂടി. ഇറങ്ങിപ്പോടി, ഇല്ലെങ്കിൽ ഞാൻ സെക്യൂരിറ്റിയെ വിളിച്ച് നിന്നെ തൂക്കിയെടുത്ത് വെളിയിലിടും. കുടിച്ച് ബോധമില്ലാതെ വന്നിട്ട് ഓരോന്ന് പറയുന്നു കേട്ടില്ലേ? അതെയോ? എന്നാൽ പിന്നെ അതൊന്ന് കണ്ടു കളയാം. വിളിക്കടാ നിൻ്റെ സെക്യൂരിറ്റിയെ. അനു അവനെ വെല്ലുവിളിച്ചു. അനുപമ, നീ എൻ്റെ ക്ഷമയെ പരീക്ഷിക്കരുത്. മര്യാദയ്ക്ക് പോകാൻ നോക്ക്. പോകില്ല, എനിക്കിത്തിരി മര്യാദയും കുറവാണ്. ഡി, നീ അലറി കൂവാതെ ശിവ. എനിക്കൊരു 2 കോടി രൂപ താ. എന്തോ ചില്ലർ തുട്ടുകളിലോ ചോദിക്കുന്ന ലാഘവത്തോടെ അവൾ അവനെ നോക്കി പറയുകയാണ്. എത്രയടി? കേട്ടില്ല. ശിവ തൻ്റെ കാതിൽ മോതിര വിരൽ കൊണ്ടിളക്കി അവളെ നോക്കി. എനിക്കൊരു 2 കോടി രൂപ വേണം. അതിന് നീ എനിക്ക് കാശ് വല്ലതും തന്നോടി? അതോ ഞാൻ നിന്നോട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇതൊന്നുമില്ല, പക്ഷേ എനിക്ക് കാശ് വേണം. എന്തിന്? അതും ഇത്ര വലിയൊരു തുക? ആവശ്യങ്ങൾ ഏറെയുണ്ട്, അതുകൊണ്ടാണ്. അതിനെവിടെയെങ്കിലും നീ ജോലി നോക്ക്. എനിക്ക് ഞാൻ ആവശ്യപ്പെട്ട തുക തരണം. അനു, സമയം കളയാതെ പോ. മലയാള ഭാഷയിൽ മര്യാദയായ രീതിക്ക് ഞാൻ പറഞ്ഞു നിന്നോട്. ഇല്ല. അവളും അതുതന്നെ ആവർത്തിച്ചു. പെട്ടെന്നായിരുന്നു ശിവ അനുവിൻ്റെ കൈത്തണ്ടയിൽ മുറുക്കി പിടിച്ചത്. എന്നിട്ട് അവളെയും കൊണ്ട് അവൻ പുറത്തേക്ക് പാഞ്ഞു. വിടടാ, വിടടാ എന്നെ. എല്ലാവരും നോക്കി നിൽക്കെ അനു അവൻ്റെ പിടുത്തം വിടുവിക്കുവാൻ ബലമായി ശ്രമിക്കുകയാണ്. പക്ഷെ ശിവ അമർത്തി തന്നെയാണ് അവളുടെ കയ്യിൽ പിടിച്ചിരുന്നത്. വലിച്ചു കൊണ്ടുവന്ന് അവൻ അവളെ വെളിയിലേക്ക് തള്ളി. എടി, നിന്നെക്കുറിച്ച് ഞാനിവിടെ വിശദീകരണം നടത്തിയാലേ നാറുന്നത് ഞാനാ. കണ്ടവൻ്റെ കൂടെ പുറത്ത് ഒരു കൊച്ചിനെ ഉണ്ടാക്കിയിട്ട് ആരും അറിയാതെ നീ അതിനെ കൊണ്ടുപോയി കളഞ്ഞിട്ട് വീണ്ടും കാമുകനെ തേടി വന്നു. ഇതറിയുമ്പോൾ എല്ലാവരും കരുതുന്നത് ഇത്രയ്ക്ക് നീചയായ ഒരുത്തിയാണോ ഈ ഞാൻ സ്നേഹിച്ചതെന്നാ. അല്ലായിരുന്നെങ്കിൽ നിൻ്റെയും നിൻ്റെ മറ്റവൻ്റെയും കഥ ഞാൻ എല്ലാവരോടും പറഞ്ഞു കൊടുത്തേനെ. ശബ്ദം താഴ്ത്തി കടുപ്പത്തിൽ പറയുകയാണ് ശിവ. ഇനി മേലിൽ എൻ്റെ കൺമുമ്പിൽ പോലും വന്നു പോകരുത് നീ. കുടിച്ചു ബോധമില്ലാതെ വന്ന് എന്തും പറയാമെന്ന് കരുതിയാൽ നിനക്ക് തെറ്റി. ഇനി എങ്ങനെയാവും ശിവ പ്രതികരിക്കുന്നത് എന്നുള്ളത് നീ ഊഹിക്കുന്നതിലും അപ്പുറമാണ്. അവൻ വീണ്ടും പറഞ്ഞു. അവൻ്റെ അടുത്തേക്ക് ചെല്ല്. ഇഷ്ടം പോലെ ബിസിനസ് സ്ഥാപനങ്ങളൊക്കെ ഉള്ളതല്ലേ, അവിടെ നടത്തിപ്പുകാരിയായിട്ട് കൂടിക്കോ. കിഷോറിൻ്റെ പേര് പറയാതെ തന്നെ അവളെ അതാരാണെന്നുള്ളത്
മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് ശിവ വെട്ടിത്തിരിഞ്ഞ് അകത്തേക്ക് പോന്നു. അന്നത്തെ സകല മൂടും പോയി. ശിവ ആകെ ഡെസ്പായി. തൻ്റെ ചെയറിൽ ഇരുന്നു കൊണ്ട് അവൻ ശ്വാസമെടുത്ത് വലിച്ചു വിട്ടു. തുടരും.